ഫംഗ്ഷൻ നടക്കാൻ ഇനി ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ടൗണിലോട്ട് ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. ആദ്യം പോയത് അങ്കമാലി ഓപ്ഷനിലേക്കാണ്. അന്നത്തെ ദിവസം ഇടാനുള്ള ഡ്രസ്സ് കിട്ടിയില്ലെങ്കിലും വേറൊരു ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്ത് ഞങ്ങൾ വേഗം ഇറങ്ങി. പിന്നെ പോയത് ബാങ്ക് ജംഗ്ഷനിലുള്ള ലൂം സ്റ്റോറി എന്ന് പറയുന്ന ഒരു സ്റ്റോറിലോട്ടാണ്. അവിടെയുള്ളതെല്ലാം തന്നെ ഡിസൈനർ വെയേഴ്സ് ആണ്. കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡും കൂടെ ആണ് കേട്ടോ. ചേച്ചി ഒരു കഫ്താൻ ഫാനാണ്. അവിടെയാണെങ്കിൽ അത്യാവശ്യം കഫ്താൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റെഡ് വണ്ണൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ സെലക്ട് ചെയ്തത് വേറെ ഒരെണ്ണമാണ്. നമ്മൾ മെയിൻ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് അല്ലാട്ട് എടുക്കുന്നത് തലേ ദിവസത്തെ ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഒരു ഓഫ് വൈറ്റ് തീമായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ അവൾ എടുത്തത് ഓഫ് വൈറ്റ് ഈ ഒരു കഫ്താനാണ്. പിന്നെ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ വെച്ച് എനിക്ക് എവിടെയോ ആ ഒരു വൈബ് നഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കണം എന്നുള്ളൊരു തോന്നൽ അവിടെ വെച്ച് അങ്ങ് തീർന്നു. ഞാൻ വിചാരിച്ചു പഴയത് ഏതെങ്കിലും ഇടാം. പഴയതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുണ്ട് ഓൾറെഡി. അപ്പോൾ അത് ഏതെങ്കിലും ഇടാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഡ്രസ്സ് എടുക്കൽ അവിടെ വെച്ച് അങ്ങ് ക്ലോസ് ചെയ്തു. എൻ്റെ പഴയ ഒരു ഷോപ്പിംഗ് വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരുന്നൊരു കമൻറ്റാണ്, പാരൻസിന് പൈസ ഉണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഷോപ്പിംഗ് ചെയ്യാമല്ലോ എന്ന്. ഇത് പാരൻസിൻ്റെ പൈസയല്ല, നമ്മൾ സ്വന്തമായിട്ട് അഡ്വാൻസ് ഉണ്ടാക്കുന്ന പൈസയാണ് കേട്ടോ. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആകുന്നിടം വരെ പാരൻസിൻ്റെ പൈസ തന്നെയാണ് യൂസ് ചെയ്തെങ്കിലും ഇന്നിപ്പോൾ നേരെ തിരിച്ച് പാരൻസിന് നമ്മളാണ് ചെയ്തു കൊടുക്കേണ്ട സമയം അത് ഞാൻ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആരും ഞാൻ ഡ്രസ്സ് വാങ്ങാനാണ് പോയെങ്കിലും എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഈ ഒരു അച്ചാറാണ്. പ്രോൺസിൻ്റെ പിക്കിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കയറിയ ലൂം സ്റ്റോറിയിൽ ഇതുപോലെ ഒരു കോർണറിലായിട്ട് ഫുഡ് ഐറ്റംസ് ഇടയ്ക്ക് വെക്കാറുണ്ട്. ആരും ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള വൈബ് പോയെങ്കിലും ഈ അച്ചാർ കഴിച്ചപ്പോൾ ഞാൻ ഡബിൾ ഹാപ്പി ആയിട്ടോ.